വയനാട്ടിലേക്കാണ്. വയനാട് ആത്മഹത്യ ചെയ്ത NM വിജയന്റെ ബാധ്യത തീർത്ത് KPCC. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ 63 ലക്ഷം രൂപയാണ് അടച്ചത്. പാർട്ടിയോ ബാങ്കോ ഔദ്യോഗികമായി കാര്യങ്ങൾ അറിയിച്ചിട്ടില്ലെന്ന് NM വിജയന്റെ മരുമകൾ പ്രതികരിച്ചു. നമ്മളോട്, എന്നോടും എൻ്റെ കുടുംബത്തിനോടും ഇതുവരെ ഇതിനെപ്പറ്റി ഒന്നും ഔദ്യോഗികമായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. മീഡിയയിൽ കൂടെ കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. നമുക്ക് ഈ ബാങ്കെന്നോ അതല്ല ഇപ്പം ഉപസമിതി നിയോഗിച്ച MLA മാരോ ആരും ഞങ്ങളോട് ഈ കാര്യം നേരിട്ട് എൻ്റെ കുടുംബത്തിനെ അറിയിച്ചിട്ടില്ല. അതേസമയം കോൺഗ്രസ് നൽകിയ വാക്ക് പാലിച്ചെന്ന് T. സിദ്ദിഖ് MLA പ്രതികരിച്ചു. കാലതാമസം വന്നത് സാമ്പത്തിക പ്രശ്നം ഉള്ളതിനാലെന്നും T. സിദ്ദിഖ്. അഹല്യയിൽ 10 ലക്ഷം രൂപയ്ക്ക് അഹല്യയുമായി പാർട്ടി നേതൃത്വം ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം സംസാരിച്ച് 10 ലക്ഷം രൂപ കൊടുത്ത് അത് പൂർണ്ണമായും പരിഹരിക്കുകയുണ്ടായി. ആ പെൻഡിംഗ് ഉള്ള വിഷയം ഇന്ന് KPCC ബത്തേരി അർബൻ ബാങ്കിലെ കൺസേൺഡ് അക്കൗണ്ടിലേക്ക് അതിൻ്റെ ബാധ്യത തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് പരിഹരിച്ചു. KPCCക്ക് ഫണ്ടില്ലായിരുന്നു, പാർട്ടി നേതൃത്വത്തിൻ്റെ കയ്യിൽ പണമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതിൽ ചെറിയ കാലവിളംബം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളത് അഡ്മിറ്റ് ചെയ്യുന്ന ആളുകളാണല്ലോ. വയനാട്ടിൽ നിന്ന് ലിനിറ്റ് വർഗീസ് ചേരുകയാണ്. ലിനിറ്റ്, ഇക്കാര്യത്തിൽ എന്താണെങ്കിലും ഒടുവിൽ നീതി കിട്ടിയിരിക്കുകയാണ് NM വിജയന്റെ കുടുംബത്തിന് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. മാത്രമല്ല, ഇതിൽ സാമ്പത്തിക പ്രശ്നമുള്ളതിനാലാണ് T. സിദ്ദിഖ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നത്. ഇത്രയധികം താമസിച്ചത് അതുകൊണ്ടാണെന്നും പറയുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും ഔദ്യോഗികമായ രീതിയിൽ അവരെ അറിയിച്ചിട്ടില്ലെന്നും കുടുംബം പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഇതിനൊരു സ്റ്റാറ്റസ് എന്താണ്? സംഗീത, നിലവിൽ ഈ NM വിജയന്റെ കുടുംബത്തിന് ഒരു ഔദ്യോഗിക അറിയിപ്പ് ബാങ്കിൽ നിന്നോ അതോ KPCCന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് NM വിജയന്റെ മരുമകളായിരിക്കുന്ന പത്മജ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ NM വിജയന്റെ കുടുംബത്തിനുണ്ടായിരുന്ന കടബാധ്യത മൊത്തം അടച്ചു തീർത്തു എന്ന് തന്നെയാണ് KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, നേതൃത്വങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ KPCCക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് കാലതാമസം എടുത്തത് എന്നാണ് T. സിദ്ദിഖ് MLA വ്യക്തമാക്കുന്നത്. NM വിജയന്റെ ആത്മഹത്യയോട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് ഈ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് നിയമനക്കോഴ വിവാദവും അതോടൊപ്പം NM വിജയന്റെ ആത്മഹത്യയും കടബാധ്യതയും ഒക്കെ ഏറെ ആരോപണങ്ങളിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഒരു പര്യവസാനം എന്നോണമാണ് ഇത്തരത്തിൽ കടബാധ്യത, NM വിജയന്റെ കുടുംബത്തിന്റെ കടബാധ്യത ഏറ്റെടുത്ത KPCC ഇപ്പോൾ പൂർണ്ണമായി അത് അടച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇതിന്റെ ഒരു കൃത്യമായ ഒരു നിലപാട് KPCCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന ആവശ്യം NM വിജയന്റെ കുടുംബം നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സെപ്റ്റംബർ 30-ാം തീയതിക്കുള്ളിൽ കൃത്യമായ കടബാധ്യത അടച്ച് അവരുടെ വീടിന്റെ ആധാരം തിരിച്ചെടുത്ത് കൊടുക്കണമെന്ന ആവശ്യം NM വിജയന്റെ കുടുംബം നേരത്തെ പറഞ്ഞിരുന്നതാണ്. അല്ലാത്ത പക്ഷം അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകുമെന്നും ഒക്ടോബർ 2-ാം തീയതി DCCയുടെ മുന്നിൽ പ്രതിഷേധ സമരം, നിരാഹാര സമരം നടത്തുമെന്നും NM വിജയന്റെ മരുമകളടക്കം കുടുംബം വ്യക്തമാക്കിയതാണ്. എന്നാൽ ഇതിനെയൊക്കെ തൊട്ടുപിറകെയാണ് KPCC നേതൃത്വം ഇതിൽ നിലപാട് ശക്തമാക്കുകയും NM വിജയന്റെ കുടുംബത്തിന്റെ കടബാധ്യത പൂർണ്ണമായി അടച്ചു തീർക്കുമെന്ന കാര്യം ഈ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വയനാട്ടിലെ DCC യോഗത്തിന് ശേഷം വ്യക്തമാക്കിയത്. ആ ഒരു നിലപാടിന് ശേഷമാണ് ഈ കടബാധ്യത മുഴുവൻ പൂർണ്ണമായി അടച്ചു തീർക്കാൻ KPCCക്ക് സാധിച്ചിരിക്കുന്നത്. നിലവിൽ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒഫീഷ്യലി ഉള്ള ഒരു ബന്ധവും ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ KPCC ഇനി ഈ കുടുംബത്തിനോട് ഈ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. അതുമായി ബാങ്കിലെ അധികൃതരും ഈ കാര്യം വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. സംഗീത.